രോഹിത് വെമുല കേസ് അവസാനിപ്പിച്ച് തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ. വൈസ് ചാൻസലർ അപ്പാറാവുവും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള ബിജെപി നേതാക്കളും കുറ്റവിമുക്തർ. രോഹിത് വെമുല ദളിത് വിഭാഗക്കാരനല്ലായിരുന്നുവെന്നും പിടിക്കപ്പെടുമെന്ന് വന്നപ്പോൾ ആത്മഹത്യ ചെയ്തെന്നും പോലീസിന്റെ റിപ്പോർട്ട്. രോഹിത് വെമുല ദളിത് വിഭാഗക്കാരനല്ലായിരുന്നുവെന്നും വ്യാജ സർട്ടിഫിക്കറ്റ് പിടിക്കപ്പെടുമെന്ന് വന്നപ്പോൾ ആത്മഹത്യ ചെയ്തുവെന്നുമാണ് പോലീസിന്റെ റിപ്പോർട്ട്. വൈസ് ചാൻസലർ അപ്പാറാവുവും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും MP ബണ്ടാരു ദത്താത്രേയും ABVP നേതാക്കളും കുറ്റവിമുക്തരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തി 4 മാസം പിന്നിട്ടപ്പോഴാണ് പോലീസിന്റെ റിപ്പോർട്ട്. സർവകലാശാലയിൽ നേരിട്ടിരുന്ന ദളിത് വിവേചനത്തിൽ പ്രതിഷേധിച്ച് 2016 ജനുവരി 17-നാണ് രോഹിത് വെമുല ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്തത്. രോഹിത് വെമുലയുടെ മരണം രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിലനിൽക്കുന്ന ജാതീയ വിവേചനത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. രോഹിതിന്റെ മരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊലപാതകമാണെന്ന് ചൂണ്ടിക്കാണിച്ച് രാജ്യവ്യാപകമായി പ്രതിഷേധവും നടന്നിരുന്നു. അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ അംഗമായിരുന്ന രോഹിത് വെമുല സർവകലാശാലയിലെ ജാതി വിവേചനങ്ങൾക്കും മറ്റു പ്രശ്നങ്ങൾക്കുമെതിരെ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് അധികാരികൾ രോഹിതിനെ ലക്ഷ്യം വെക്കുകയായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.